നമസ്കാരം. ഫ്രെഡി ഫ്രാൻസിസ്. രാജ്യത്ത് ഇപ്പോൾ ഉടനെ പ്രത്യേകിച്ചും കേരളത്തിൽ കുറച്ച് നികൃഷ്ട ജന്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണുന്ന മാത്രയിൽ തന്നെ വെറുപ്പും അറപ്പും തോന്നും. ഈ ഫ്രെഡി ഫ്രാൻസിസിനെ പോലുള്ള അല്ലെങ്കിൽ ജാൻമണിയെ പോലുള്ള ആൾക്കാർ നമുക്ക് പൊതുവിൽ മനുഷ്യർക്കെല്ലാം തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ചില ജന്മങ്ങൾ അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഫേസ്ബുക്കിൽ ഇയാളൊരു കമൻറ്റ് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പല്ലിനെന്തോ കേടുപാട് പറ്റിയത്രേ, പ്രധാനമന്ത്രിയുടെ പല്ലിൽ കറ പറ്റി, ഡെൻ്റൽ കെയർ കൊടുക്കുക, അങ്ങനെ പലതരത്തിലുള്ള ശുഷ്കാന്തിയാണ് ഇദ്ദേഹത്തിന്. അദ്ദേഹം പറയേണ്ടത് ഇത്തരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രം പറഞ്ഞുകൂടാത്തതാണ്, അല്ലെങ്കിൽ പറയേണ്ടത് ഇങ്ങനെയൊന്നും അല്ല. ഇദ്ദേഹം ആ ഡെൻ്റൽ കെയറൊക്കെ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്നതാണ് നല്ലത്. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് നമുക്ക് ഈ സ്വന്തം അടുത്ത കൂടെ കൂട്ടുക എന്നറിയില്ല. മറ്റു പല ഭാഗങ്ങളിലേക്കായിരിക്കും ഇദ്ദേഹത്തിൻ്റെ നോട്ടവും. ഇങ്ങനെ ശരീരത്തെ മാത്രം, ബാഹ്യ ഘടകത്തെ മാത്രം നോക്കിക്കണ്ട് വിലയിരുത്തുന്ന ചില വ്യക്തികളിൽ ഒരാൾ. അങ്ങനെ വ്യക്തിയാണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം വ്യക്തിത്വമുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഈ രീതിയിലാണ്. ഇതിന് കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഈ ജന്തുവിനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. കണ്ട മാത്രമേ തന്നെ ഇനി എന്തോ പന്തുകേടുണ്ട് എന്ന് തോന്നുന്നു. ഓവർ സ്മാർട്ട് കളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും എന്തോ സാരമായ കുഴപ്പം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നത്. എന്നാലും സൗഹൃദത്തിൻ്റെ ആകാം, മറ്റ് പല ഘടകങ്ങളുടെ ആകാം, അത് അങ്ങനെ പോട്ടെ. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗന്ദര്യ പ്രകടനത്തിന് വേണ്ടിയിട്ടല്ല അന്ന് അർദ്ധരാത്രിയിൽ രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ യുവാക്കൾക്ക് കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നാണ്. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ കാര്യം എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ഇവിടെ ലീക്ക് ഉണ്ടായ ആരെയും വെറുതെ വിടില്ല, അതായത് നീറ്റ് പരീക്ഷയിൽ ലീക്ക് ഉണ്ടാക്കിയ ആരെയും വെറുതെ വിടില്ല എന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചു. ആത്മഹത്യ ചെയ്ത യുവാക്കളുടെ വീട്ടുകാർക്ക് ധനസഹായം മാത്രമല്ല, ഇനിയൊരു നീറ്റ് പരീക്ഷ ചോരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക സംവിധാനം ഉണ്ടാക്കി. അതിന് രാജ്യത്തെ ഏറ്റവും നല്ല എക്സ്പെർട്ടിനെ തന്നെ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ചേർത്തു, നന്ദൻ നീലേഖനി. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മുൻ ISRO ചെയർമാൻ എസ് സോംനാഥ്, അദ്ദേഹം മലയാളികളുടെ ഭാഗത്തുനിന്ന് ഒരു സാന്നിധ്യവും കൂടി ആയിരുന്നു. അങ്ങനെ ഇൻഫോസിസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള നന്ദൻ നീലേഖനിയും എസ് സോംനാഥും അടക്കമുള്ള പ്രഗത്ഭരായ ആൾക്കാരെ ചേർത്തുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി വരികയാണ്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ മന്ത്രി, വളരെ നല്ല രീതിയിൽ ട്രാക്ക് റെക്കോർഡുള്ള വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനെ പോലും ഇതിൻ്റെ പേരിൽ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിച്ച് ഇത് രാജിവെക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകി. അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അതിനെ വേണ്ടിയിട്ടുള്ള എല്ലാ മാറ്റങ്ങൾ വരുത്തുവാനും ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആംഗിൾ അല്ല പ്രധാനം എന്നത് രാജ്യത്തിലെ ഓരോ യുവാക്കൾക്ക് നേരെയും അദ്ദേഹത്തിൻ്റെ കണ്ണെത്തുന്നു എന്നതാണ് അതിൻ്റെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ലക്ഷ്യം. അദ്ദേഹം ഐ കോണ്ടാക്ട് കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഇനി ഒരു യുവതയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകാത്ത, ബുദ്ധിയും വിവരവും കേട്ട ചില ജന്തുക്കൾ ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മലിനജലം ഒഴുക്കി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരെ പിന്തുണയ്ക്കുന്ന പല ആൾക്കാരും ഉള്ളതൊക്കെ കൊണ്ടാകാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റൊരു ജന്തു ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനെയും പറഞ്ഞു. ഇപ്പോൾ എന്തായാലും മതിയായി കാണും. പല ഭാഗങ്ങളിലും NDA BJP പ്രവർത്തകർ കേസ് കൊടുത്തു എന്നാണ് കേട്ടത്. മാപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു മാപ്പും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർ പറഞ്ഞത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നേരെയാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് നേരെ, രാജ്യത്തെ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത സർക്കാരാണ്. ആ സർക്കാരിന് നേരെ അനാവശ്യമായ രീതിയിൽ ഈ സർഗാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്താം, അതിനൊന്നും ഒരു തെറ്റുമില്ല. പ്രക്ഷോഭങ്ങൾ നടത്താം, അതിനും തെറ്റില്ല. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഈ രാജ്യത്തിൽ നല്ല മാറ്റങ്ങൾ പലതും കൊണ്ടുവന്ന സർക്കാരാണ്. 12 എയിംസ് ആണ്. 12 എയിംസ് ചിന്തിക്കാൻ പറ്റില്ല മറ്റൊരു പ്രധാനമന്ത്രിക്ക്. 12 എയിംസ് രാജ്യത്ത് കൊണ്ടുവന്നു. 340 മെഡിക്കൽ കോളേജിൽ നിന്ന് 900-ലധികം മെഡിക്കൽ കോളേജിലേക്ക് എണ്ണത്തിൽ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞു. റോഡ് നിർമ്മാണത്തിൽ അതിദ്രുതവേഗതയിലുള്ള പുരോഗതിയാണ് ഉണ്ടാകുന്നത്. 30 കിലോമീറ്ററാണ് ഒരു ദിവസം ശരാശരി നിർമ്മിക്കുന്ന റോഡിൻ്റെ ദൈർഘ്യം. 30 കിലോമീറ്റർ. 12 കിലോമീറ്ററൊക്കെ ആയിരുന്നു UPA സർക്കാരിൻ്റെ കാലത്ത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെടുത്താലും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പിൽ വളരെ ഗണ്യമായ പുരോഗതി. അഴിമതി തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഒരു സർക്കാർ. കഴിഞ്ഞ 2004 മുതൽ 2014 വരെയുള്ള കാലം നമ്മൾ എണ്ണി നോക്കിയാൽ അത്രയധികം അഴിമതി ഉണ്ടായിരുന്നു. അത് 2G സ്പെക്ട്രം ആയിക്കോട്ടെ, കോൾ സ്കാം ആയിക്കോട്ടെ, അങ്ങനെ നിരവധിയായിട്ടുള്ള അഴിമതികളുടെ കൂത്തരങ്ങളിൽ നിന്നുകൊണ്ട്, അതിനകത്ത് നിന്നുകൊണ്ടാണ് UPA ഭരിച്ചതെങ്കിൽ കഴിഞ്ഞ 12 വർഷം കാര്യമായ അഴിമതികളില്ല. ഭീകരവാദ ആക്രമണങ്ങൾ ഒന്ന് ഇങ്ങോട്ടടിച്ചാൽ 10 അങ്ങോട്ടടിക്കാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി പല ഭാഗങ്ങളും, അത് പാകിസ്ഥാനിലായിക്കോട്ടെ മ്യാൻമറിലായിക്കോട്ടെ ഒക്കെയും സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ഇങ്ങോട്ട് ചൈന അടിക്കാൻ കയറി വന്നു,
അത് ദോക്ലാമിലായിക്കോട്ടെ ചുംബി വാലിയിലോ ആയിക്കോട്ടെ ഒക്കെയും തിരിച്ചടിക്കുവാൻ കഴിഞ്ഞു. 35 പട്ടാളക്കാരാണ് പട്ടാളക്കാരെ കൊന്നുകളഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചടിച്ചത്. പക്ഷേ നേരെ മറിച്ച് UPA കാലത്തായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ചൈനയെ പേടിച്ച് ബോർഡർ റോഡുകൾ നിർമ്മിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. അവിടെ നിന്നാണ് സധൈര്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം എത്തുന്നത്. ഇന്ന് ലോകം മുഴുവൻ ഭാരതത്തെ നോക്കിക്കാണുകയാണ്. ആ രീതിയിൽ സ്ട്രാറ്റജിക്കൽ ബിൽഡപ്പ് നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിക്ക് നേരെ ഇത്തരത്തിൽ വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ തെറി പറയുന്ന ആൾക്കാരുണ്ട്, ഈ ഷഫീനെ പോലുള്ള ആൾക്കാർ, അനാവശ്യമായ തെറികൾ പറയുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വളരെ കൃത്യമായി നോട്ട് ചെയ്യണം. വിമർശനമല്ല പ്രധാനപ്പെട്ട പ്രശ്നം, അധിക്ഷേപമാണ്. അധിക്ഷേപകരെ തിരിച്ചറിയുക തന്നെ വേണം രാജ്യം.